പഠിക്കുക ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ഓക്കെ, അപ്പം യെസ്റ്റർഡേ ഇങ്ങനെ വലിയ SNDP ഭയങ്കര സന്ധ്യയ്ക്ക് ഭയങ്കര ഇതൊക്കെയായിരുന്നു. അപ്പം അതിനകത്ത് പാർവതി എന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് താക്കോലൊക്കെ വാങ്ങിക്കണം. പത്മജൻ എന്ന് പറയുന്ന അവൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിക്കണം. അവൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ അവൻ 11 മണി വരെ ഇതിനകത്ത് കയറി ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കണം. നീ എന്തിനാടാ ഇതിനകത്ത് 11 മണി വരെ കയറിയിരിക്കുന്നത്? നീ ആരെ കൊണ്ടുള്ള കഥ ഉണ്ടാക്കാനാണെന്ന് എന്തോ പെണ്ണുങ്ങൾ അടുത്ത് SNDP വരുന്നുണ്ടെങ്കിൽ അടുത്തുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ ഇവൻ ഇരിക്കേണ്ടെന്നുള്ളത്. അതിൽ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ്റെ വീഡിയോയിലാണ് ഇപ്പോൾ SNDP എന്നുള്ള ലേബലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ കള്ളത്തരങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവന്മാർ. പല പല വേലകളുമായിട്ട് ഇങ്ങനെ ഒത്തിരി കള്ളത്തരങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇരിക്കുവാണ് ഈ കൂട്ടർ SNDP കുറേ ആളുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് കേരള സ്റ്റോറിയിലെ പോലെ പെണ്ണുങ്ങളെ കടത്തിക്കൊണ്ട് പോകാൻ നോക്കുക. പല പല ഗൂഢസംഘമായിട്ട് ഇവന്മാർ മാറിയിരിക്കുകയാണ്. സോമരാജൻ, കുറേ പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ കുറേ അവന്മാരുണ്ട് അതിനകത്ത് വരുന്നവന്മാർ. പത്മജൻ നമ്പർ 1, ഈ സോമരാജനും പത്മജനുമാണ് നമ്പർ 1. പിന്നെ അതിനെ ഇതാക്കാൻ വേണ്ടി ഒരു സുഭദ്ര, കുറേ പെണ്ണുങ്ങളും അവിടെ വന്ന് ഇങ്ങനെ പല പല ഡ്രാമകളാണ്. ഗുരുദേവൻ്റെ മുന്നിൽ കിടന്നങ്ങ് ആടുക അഴിഞ്ഞാട്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇന്നലെ പറയുന്നത് ശാഖയൊക്കെ നശിപ്പിച്ചു. ശരിയാണ്, അവിടെ ശാഖാപരമായിട്ടോ അത് ഗുരുദേവൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാനോ വരുന്ന ആൾക്കാരൊന്നുമല്ല. അവിടെ ഭയങ്കരമായിട്ട് പല കഥകളും കള്ളക്കഥകളും ഉണ്ടാക്കുക. അവിടുന്ന് ഞാൻ പോയി, മറ്റേത് പോയി, മറിച്ചേത് പോയി എന്നൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവൻ ഈ പത്മജൻ എന്ന് പറയുന്നവൻ അതിനകത്ത് കയറി 11 മണി വരെ ഇരുന്നുകൊണ്ട് എൻ്റെ മേത്തോട്ട് ഇതൊക്കെ അടിക്കുക, ലേസറും ഇതുമെല്ലാം അടിക്കുക. എൻ്റെ പുരികമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇന്നലെ പറയുന്നത് സിമി എന്ന് പറയുന്നവളും തുമ്പി എന്ന് പറയുന്നവളുമാണ് ഇങ്ങനെ ഷെയർ ചെയ്ത് വിടുക. പല പല വേലകളുമായിട്ട് ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ഇങ്ങനെ നോക്കിയിരിപ്പാണ് ഇവളുമാരുടെ 2 എണ്ണത്തിനെയും ജോലി. ഇവളുമാർക്ക് വേറെ ഒന്നുമില്ല, എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുക. ഇവളുമാരാണ് ഹരാസ് ചെയ്യാൻ വേണ്ടി സൈബർ സ്റ്റോക്കിംഗ് ചെയ്ത് നടക്കുന്ന ഈ 2 അവളുമാരുടെ 2 മാമക്കളും ഇങ്ങനെ കുറേ എണ്ണങ്ങളും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക നമ്മളെ. ഞാൻ എന്താ അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെ പല ഇതുണ്ട്. കാരണം ഇന്നാളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കായംകുളത്ത് പോയിട്ട് ഒരു ദിവസം കുംഭഭരണിയുടെ കായംകുളത്ത് പോയി ഒരു സ്ത്രീ അന്ന് റീജിയണൽ ഹോളിഡേ ആയിരുന്നു കുംഭഭരണി. കാരണം നമുക്കറിയത്തില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ 4-5 വർഷം ഞാൻ ഡൽഹിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ ഈ കുംഭഭരണി ഒന്ന് നോക്കി അങ്ങ് ഇരിക്കുമെന്നല്ല. ഇത്ര കുംഭഭരണി എത്ര വലിയതൊന്നും ഇത് വലിയൊരു ഓണം പോലെയുള്ള വലിയൊരു ദേശീയ ഉത്സവമൊന്നുമല്ല. ഇവിടെ ഒരു റീജിയണൽ ഒരു ഉത്സവം, ഒരു അമ്പലത്തിലെ ഉത്സവം, അത്രയേ ഉള്ളൂ. കുംഭഭരണി ഇത്ര അങ്ങോട്ട് അറിയണമെന്നൊന്നും വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനവിടെ ചെന്ന് അതുപോലെ തന്നെ മനുഷ്യൻ മറവിയുള്ളവരാണ്. ഇതൊക്കെ അങ്ങോട്ടങ്ങ് ഭയങ്കര കമ്പ്യൂട്ടർ പോലൊന്നും ഇരിക്കണമെന്നില്ല. ഇത് വേറെ ജോലിയും വേല ഇല്ലാത്തവർ ഈ കുംഭഭരണി എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പം ഞാനവിടെ ഇവിടെ ഒരിടത്ത് ചെന്നപ്പം അവർ ചോദിച്ച് കുംഭഭരണിയാണോ? അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് അതൊന്നും അല്ലെന്ന് ഞാനിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു പോയി. അപ്പോഴത്തേന് സോമരാജൻ വൈകിട്ട് വന്ന് ഇന്ന് കുംഭഭരണിയാണോ? അപ്പോൾ ഇതാണ് നമ്മളെന്ത് പറയുന്നു, ഇങ്ങനെ അതിനെ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇവന്മാർ. കുറേയാണ് ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ഒരു ജോലിയില്ല. ആളുകളെ എങ്ങനെ ഹരാസ്